മന്ത്രി സജി ചെറിയാൻ്റെ നാക്കുപിഴയെ പറ്റി മുമ്പും പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില പരാമർശങ്ങൾ അത് കുറേയൊക്കെ വളച്ചൊടിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ ഉദ്ദേശശുദ്ധി അതിന് കൊടുക്കാതെ അത് വിവാദമാക്കി. പിന്നെ ഭരണഘടനയെ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ അവസാനം അദ്ദേഹത്തിന് മന്ത്രി പദവി രാജിവെക്കേണ്ടി വന്നു കുറച്ചുനാൾ. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും കോടതി അനുകൂല നിലപാടെടുത്തപ്പോൾ, സജി ചെറിയാൻ അനുകൂലമായ നിലപാടെടുത്തപ്പോൾ അദ്ദേഹം തിരിച്ച് പിണറായി മന്ത്രിസഭയിലേക്ക് വരികയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന, കഴിഞ്ഞ ദിവസം ചെയ്തൊരു പ്രസ്താവന അടുത്ത വിവാദം കുത്തിപ്പൊക്കുകയാണ്. ഇത് വളരെ ബോധപൂർവം ചെയ്യുന്നതാണ്. സജി ചെറിയാൻ സൂക്ഷിക്കേണ്ടത് നാക്കുപിഴയല്ലെങ്കിലും നാവ് കുറച്ചുകൂടെ കരുതലോടെ പ്രയോഗിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല. പറഞ്ഞ എന്താണ് അദ്ദേഹം പറഞ്ഞത്? പിന്നെ ഈ നമ്മുടെ പെൻഷനുമായി ബന്ധപ്പെട്ട് മരണസംഖ്യ കുറഞ്ഞതുകൊണ്ട് ആൾക്കാർ ദീർഘായുസ്സോടെ ജീവിക്കുന്നു. അപ്പൊ പെൻഷൻ കൊടുക്കേണ്ടുന്ന കാലാവധി കൂടിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാർ കൂടുതൽ കാലം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആയുർദൈർഘ്യം വളരെ കൂടി, നമ്മുടെ ആരോഗ്യ രംഗത്തെ മികവ് കൊണ്ട് ആയുർദൈർഘ്യം 50 വയസ്സായിരുന്ന 60, 70, 80 ഇപ്പം 85, 90, 90-ന് മുകളിൽ 100 വരെ എത്തിയിരിക്കുന്നു കേരളത്തിലെ. അത് കേരളം നേടിയ നേട്ടമാണ്, അച്ചീവ്മെൻ്റാണ്. ആരോഗ്യരംഗത്ത് ദീർഘായുസ് ആൾക്കാർക്ക് കിട്ടുക, രോഗം ഭേദമാക്കാനുള്ള സംവിധാനങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങൾ. ഇതിനെപ്പറ്റി പോസിറ്റീവായിട്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പെൻഷൻ ഈ പ്രായാധിക്യം, അതായത് ആയുസ് കൂടിയത് കൊണ്ട് പെൻഷൻ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു, സർക്കാരിന് അതൊരു വലിയ തുക അതിന് കണ്ടെത്തേണ്ടി വരുന്നു എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അത് മാപ്രകൾ വ്യാഖ്യാനിച്ചു, മനോരമ ഉൾപ്പെടെ വ്യാഖ്യാനിച്ചു, മുഖ്യ മാപ്രകളെല്ലാം കൂടെ ആൾക്കാർ ജാകുന്നില്ലല്ലോ എന്ന് സജി ചെറിയാൻ. ഇത് മാധ്യമ പ്രവർത്തനമാണോ? ഇത് മ്ലേച്ഛ പ്രവർത്തനമല്ലേ ഇത്? സത്യം പറഞ്ഞാൽ ആളുകൾ ചാകുന്നില്ല, അതുകൊണ്ട് ആയുസ് കൂടുന്നു, അതുകൊണ്ട് പെൻഷൻ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു എന്നാക്കി ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആക്കുക എന്നുള്ളതിന്റെ ഏറ്റവും കൂടുതലത്തെ മാപ്രാപ്പണയുടെ ഉദാഹരണമാണ് ഇത്തരം റിപ്പോർട്ടുകൾ. അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ്? സത്യമല്ലേ? ഞങ്ങൾ ചോദിക്കട്ടെ. കേരളത്തിന്റെ ആയുർദൈർഘ്യം കൂടി, ജനന നിരക്ക് കുറഞ്ഞു. അപ്പൊ ജനന നിരക്ക് കുറയുന്നു, ആയുർദൈർഘ്യം കൂടി, ആൾക്കാർ 85, 90, 95, 100 വയസ്സ് വരെ ജീവിക്കും. അപ്പൊ അവരുടെ പരിപാലനം, ഇത് പല യൂറോപ്യൻ രാജ്യങ്ങളിലെ അവസ്ഥയുണ്ട്. സ്വീഡൻ പോലുള്ള, നോർവേ പോലുള്ള രാജ്യങ്ങളിൽ ജനസംഖ്യ കുറയുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അവിടെ ഈ ആയുർദൈർഘ്യം കൂടുകയും ചെയ്യുന്നു, പുതിയ കുട്ടികൾ ഉണ്ടാകുന്ന എണ്ണം കുറയുന്നു. ജപ്പാനിൽ ഈ പ്രശ്നമുണ്ട്. ഒരു വാർദ്ധക്യ സമൂഹമായിട്ട് ലോകത്തെ പല രാജ്യങ്ങളും മാറുന്നു. കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഒരു വാർദ്ധക്യ സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെറിയാട്രിക് കെയർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ വയോധികരെ പരിപാലിക്കുന്ന ഒരു പ്രത്യേക സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനി കൂടുതൽ വേണ്ടിവരും. ജെറിയാട്രിക് കെയർ. കാരണം ജനന നിരക്ക് കുറയുന്നു, നിരക്ക് കുറയുന്നു. അപ്പം എന്ത് ചെയ്യും? ഈ പോപ്പുലേഷൻ, പ്രായം ചെന്നിട്ട് പോപ്പുലേഷൻ അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിന് പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും ഒരു ഗവൺമെന്റിന്. ജെറിയാട്രിക് കെയറിന് കൂടുതൽ തുക ബജറ്റിൽ മാറ്റിവെക്കേണ്ടി വരും, മരുന്ന്, ആരോഗ്യ മേഖല ഉൾപ്പെടെ. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ കാര്യം നമുക്കറിയാം. ഇപ്പം ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ് ഇംഗ്ലീഷ് പറയുക. ഒരു സമൂഹത്തിൽ 1000 പേര് ജനിക്കുമ്പോൾ, 1000 കുട്ടികൾ ഉണ്ടാവുമ്പോൾ 1000 പേരും ആ കാലയളവിൽ മരിച്ചാൽ അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവും. ജനസംഖ്യ കൂടില്ല, വല്ലാതെ കുറയുകയുമില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിന്റെ ഈ ഒരു പോപ്പുലേഷൻ സ്റ്റഡിയായിട്ട് നിൽക്കണമെങ്കിൽ അവിടെ ഈ ജനസംഖ്യയിലെ വളർച്ചാ നിരക്ക് 2.1 ആയിരിക്കണം മിനിമം. എന്ന് പറഞ്ഞാൽ 2 കുട്ടികൾ ജനിക്കുന്ന ഒരു കാലയളവ്, അല്ലെങ്കിൽ 2.1 ജനനിരക്ക് മിനിമം കീപ്പ് ചെയ്തെങ്കിലേ ഒരു സമൂഹം ജനസംഖ്യയിലെ ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. കേരളം അതിൽ നിന്ന് താഴെ പോയി. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മുടെ ജനന നിരക്ക് എന്ന് പറയുന്നത് TPR എന്ന് പറയുന്നത് 1.5-നും താഴെയാണ്. അലാമിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ പുതിയ കുട്ടികൾ ഉണ്ടാവുന്നത്, പുതിയ ജനനങ്ങൾ കുറയുന്നു. അതേസമയം പ്രായമായവര് 90, 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു. ഇതൊരു വലിയ പ്രശ്നമാണ്. സാമൂഹികം, സാമ്പത്തികം, അതുപോലെ ഹെൽത്ത് കെയറിലൊക്കെ ഒരു വലിയ പ്രശ്നമാണിത്.
ഇത് ലോകത്ത് പല രാജ്യങ്ങളും നേരിടുന്നു നമ്മൾ പറഞ്ഞില്ലേ. അതേപോലെ കേരളം ഒരു വികസിത സമൂഹത്തിലെത്തിയപ്പോൾ ജനസംഖ്യ, പുതിയ കുട്ടികൾ ഉണ്ടാവുന്നത് കുറയുന്നു, മാതാപിതാക്കൾക്ക് വിവാഹം കഴിച്ചവർക്ക് പുതിയ കുട്ടികൾ ഉണ്ടാവാൻ കാലതാമസം വരുന്നു, അത് അവർക്ക് ഉടനെ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നു, അല്ലെ കുട്ടികളെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ദമ്പതികളുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജനസംഖ്യയിലെ ജനന നിരക്ക് വളരെ അലാമിംഗ് ആയിട്ട് താഴെട്ടു പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാവണം. ഇതൊരു വലിയ വിഷയമാണ്. ജെറിയാട്രിക് കെയർ, അതിനുവേണ്ടി കേരളം ഇനി കൂടുതൽ തുക മാറ്റിവെക്കേണ്ടി വരും. അതേപോലെ ഇലക്ഷനെ നേരിടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രായമായ ജനങ്ങൾക്ക് വേണ്ടി 50-60 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിക്കേണ്ടി വരും. അധികാരത്തിൽ വന്നാൽ നടപ്പാക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്യേണ്ടി വരും. പ്രായമായവരുടെ വോട്ട് കിട്ടാതെ ജയിക്കാൻ പറ്റാത്ത അവസ്ഥ വരും കേരളത്തിലെ. പ്രായമായവരെ പരിഗണിക്കാതെ നിൽക്കുന്ന പാർട്ടികൾക്ക് കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ടാവില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഈ വിഷയമാണ് സജി ചെറിയാൻ ചൂണ്ടിക്കാണിച്ചത്. ഒരു കാര്യം പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് 94 വയസ്സുണ്ട്, അമ്മ പെൻഷൻ വാങ്ങുന്നുണ്ട്, റിട്ടയർഡ് ജോലി കഴിഞ്ഞ് പെൻഷൻ വാങ്ങുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നു, അമ്മയ്ക്ക് ഈ പെൻഷൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അനുഭവം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക. എൻ്റെ അമ്മ കഴിഞ്ഞ വർഷം മരിക്കുമ്പം 93 വയസ്സായിരുന്നു. സ്കൂൾ അധ്യാപികയായിരുന്നു. അന്ന് 55 വയസ്സ് റിട്ടയർ ചെയ്ത്, ഇപ്പം 56ആണ്. 55 വയസ്സ് റിട്ടയർ ചെയ്തിട്ട് എത്രയോ വർഷങ്ങൾ, 55, 20, 75, 21, എത്രയോ വർഷങ്ങൾ ജീവിതത്തിൻ്റെ ബാക്കി ഇത്രയും ഭാഗം 55 നിന്ന് 93 കൂട്ട് എത്രയായി? എത്ര വർഷം കൂടെ ജീവിച്ചു, പെൻഷൻ വാങ്ങി ജീവിച്ചു. ഇത് പല വീടുകളിലും സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് ഈ പ്രശ്നമുണ്ട്. പ്രശ്നം പറഞ്ഞാൽ എന്താണ്? ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നു. അതുകൊണ്ട് സർക്കാരിൻ്റെ ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ കൂടും. നമ്മുടെ ഫണ്ടിൽ നിന്ന് തുക കൂടുതൽ മാറ്റിവെക്കേണ്ടി വരും. ഈ വിഷയമാണ് സജി ചെറിയാൻ ഉന്നയിച്ചത്. അതിനെ ട്വിസ്റ്റ് ചെയ്ത് തിരിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ആൾക്കാർ ജാകുന്നില്ലല്ലോ എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്രേ. ഇത് മ്ലേച്ഛമായ മാപ്രാപ്പണിയുണ്ടല്ലോ, നിർത്തേണ്ട കാലം കഴിഞ്ഞു. അല്ലാതെ എന്ത് പറയാനാണ്?